എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം ഹിന്ദുക്കൾ പിറന്നാൾ ആചരിക്കേണ്ടത് എങ്ങനെയാണ്. ഒരുപാട് ആളുകൾ സംശയമായിട്ട് ചോദിച്ചായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഈ വീഡിയോയുടെ ചെയ്യുന്നത്. ഒരു വ്യക്തി ജനിച്ചാല് മലയാള മാസത്തിലെ ജന്മനക്ഷത്രമാണ് പിറന്നാളായി എടുക്കേണ്ടത്. ഒരു ദിവസം ജന്മനക്ഷത്രം 6 നാഴികയിൽ കൂടുതലുണ്ടെങ്കിൽ അന്ന് പിറന്നാൾ എടുക്കാം. അല്ലെങ്കിൽ തലേന്നാകും പിറന്നാള്. ഒരു മാസത്തിൽ 2 തവണ ജന്മനക്ഷത്രം വന്നാൽ അവസാനം വരുന്നതായിരിക്കും പിറന്നാൾ. അന്നേ ദിവസം പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത തീർത്ഥം സേവിച്ചതിന് ശേഷമേ ജലപാനം പോലും ആകാവുള്ളൂ. വിളക്ക് വെച്ച് ഇലയിട്ട് ഇരുവശത്തും ഓരോരുത്തരെ ഇരുത്തി പെറ്റമ്മയുടെ കൈകൊണ്ട് വിളമ്പിയ അന്നം ശുഭസമയത്ത് കഴിക്കേണ്ടതാണ്. ഇനി പിറന്നാളുകാരൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. അലക്കിയതുടുക്കണം. കിഴക്കോട്ട് തിരിഞ്ഞിരുന്നുണ്ണണം. ആദ്യം ഗണപതിയെ സങ്കല്പിച്ച് ഭക്ഷണം വിളമ്പിയ ശേഷമേ പിറന്നാളുകാരന് വിളമ്പാവൂ. പിറന്നാളുകാരന്റെ പുറകിൽ നിന്ന് വലതുവശത്തുകൂടി വേണം വിളമ്പാൻ. അമ്മയുണ്ടെങ്കിൽ അമ്മ, അല്ലെങ്കിൽ മൂത്ത സഹോദരിയാകണം വിളമ്പേണ്ടത്. ചുരുങ്ങിയത് 4 കൂട്ടം ഭക്ഷണം വേണം. കാളൻ, ഓലൻ, എരിശ്ശേരി, ഇഞ്ചിത്തൈര്. തൂശൻ ഇലയിലായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. തൂശൻ ഇലയുടെ തല വാട്ടിയിരിക്കണം. പലകയിന്മേൽ ഇരുന്ന് ഉണ്ണണം. ഇരുവശത്തും ഓരോരുത്തർ ഉണ്ണാനിരിക്കണം. 2 വട്ടം വിളമ്പിയിരിക്കണം. ഉണ്ണാനിരിക്കുന്ന ഇലയുടെ അടിയിൽ വേറെ ഇല ചീന്തിയിരിക്കണം. അന്നേ ദിവസം ശുദ്ധമനസ്സോടെ ഈശ്വര പ്രാർത്ഥനയോടെ കഴിക്കണം. ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി, വിളക്ക്, മാല തുടങ്ങിയവ വഴിപാടുകൾ ചെയ്തിരിക്കണം. ഇനി പിറന്നാൾ ദിവസം ചെയ്യാൻ പാടില്ലാത്ത, അരുതാത്ത കുറച്ച് കാര്യങ്ങൾ പറയാം. പിറന്നാളുകാരൻ അന്ന് വിറക് കീറരുത്, ഇല മുറിക്കരുത്. അന്നേ ദിവസം ശരീരത്തിൽ മുറിവുകൾ ഏൽപ്പിക്കരുത്. ദൂരയാത്ര അരുത്. എണ്ണ തേക്കരുത്. കാലത്ത് കഞ്ഞി കുടിക്കരുത്. എച്ചിൽ ഭക്ഷിക്കരുത്. വീടിന്റെ പുറത്തുനിന്ന് ഭക്ഷിക്കരുത്. പഴകിയ ഭക്ഷണം കഴിക്കരുത്. പഴകിയ വസ്ത്രം ധരിക്കരുത്. അന്നേ ദിവസം മരിച്ചിടത്ത് പോകരുത്. മരിച്ച അടിയന്തര സദ്യ ഉണ്ണരുത്. ഉണ്ട ഇല എടുക്കുകയും അരുത്. നഖം വെട്ടരുത്. ആ മാസം മുടി വെട്ടരുത്. മത്സ്യമാംസാദി ആഹാരങ്ങൾ കഴിക്കുക അരുത്. അന്നേ ദിവസം കുളിക്കാതെ ഭക്ഷിക്കരുത്. വിളക്കത്ത് വിളമ്പാതെ പിറന്നാളുകാരന് വിളമ്പരുത്. ഇടത്തുനിന്നും വിളമ്പരുത്. ഭക്ഷണം മതിയെന്ന് പറയരുത്. ഒറ്റയ്ക്കിരുന്ന് ഉണ്ണരുത്. നിലത്തിരുന്ന് ഉണ്ണരുത്. ഉണ്ട ഇല താഴത്തിടരുത്. വിളമ്പിയത് മുഴുവൻ ഉണ്ണരുത്. പിറന്നാൾ ദിവസം വയസ്സും പറയരുത്. പിറന്നാൾകാരൻ ശ്രദ്ധിക്കേണ്ട ചിട്ടകൾ മിക്കതും പാചകം ചെയ്യുന്നയാളും വിളമ്പുന്നയാളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിറന്നാൾകാരൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർ എഴുന്നേൽക്കരുത്. മറ്റുള്ളവരുടെ ഊണ് കഴിയും മുമ്പ് പിറന്നാൾകാരനും എണീക്കാൻ പാടില്ല. പിറന്നാൾകാരൻ ഉണ്ട് തുടങ്ങുന്നതിന് മുമ്പ് മറ്റുള്ളവർ ഉണ്ണുകയും അരുത്. പിറന്നാൾ ദിവസം ഏകാദശി വരികയാണെങ്കിൽ അന്ന് ഏകാദശി നോറ്റ് പിറ്റേന്നാൾ പിറന്നാൾ ഉണ്ണണം. പിറന്നാൾ ദിവസം പിറന്നാൾകാരനെ അടിക്കുകയോ വഴക്കു പറയുകയോ ചെയ്യുക അരുത്. യാതൊരു മാനസിക പ്രയാസവും ഇല്ലാതെ കഴിയണം അന്നത്തെ ദിനത്തില്. പിറന്നാളുകാരന്റെ ഊണ് കഴിഞ്ഞതിനു ശേഷമേ വിളക്ക് അണയ്ക്കാനായിട്ട് പാടുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഒരു പിറന്നാൾ ദിനത്തില് ഹിന്ദുക്കൾ ആചരിക്കേണ്ടതായിട്ടുള്ളത്.